ഹായ്, വെൽക്കം ടു പിങ്കീസ് വേൾഡ്. പിങ്കീസ് വേൾഡിലെ ലേൺ ഹിന്ദിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. SCERT ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ച് ക്ലാസ് 7th തൊട്ട് 10th വരെയുള്ള കുട്ടികൾക്കാണ് ഞാൻ ഇവിടെ ക്ലാസ് എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ക്ലാസ് 7th യൂണിറ്റ് 2 ഇക്കായി 2-ലെ അൻമോൾ ഖസാന എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് ഞാനിവിടെ എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഇക്കായി 2 അൻമോൾ ഖസാന എന്ന് പറഞ്ഞ് ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പേജാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു മരം കാണിച്ചിട്ടുണ്ട്. കുറേ ആൾക്കാരും ആ മരത്തിൻ്റെ ചുവട്ടിൽ നിൽപ്പുണ്ട്. ഈ മരം കണ്ടിട്ട് അല്ലെങ്കിൽ ഈ പിക്ചർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായിരിക്കുന്നത്? അതെ, അപ്പം ഈ മരത്തിൽ നിന്ന് ആൾക്കാർ കാശെടുക്കുന്നല്ലേ. അപ്പോൾ ഇതെന്തിൻ്റെ മരമാണ്? പണം കായ്ക്കുന്ന മരം. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലിങ്ങനെ ഒരു മരം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നേനെ അല്ലേ. നമുക്ക് ആർക്കും പണിക്കൊന്നും പോകണ്ട, ജോലിക്കൊന്നും പോകാതെ തന്നെ നമുക്ക് ആവശ്യം വരുമ്പോൾ എന്തുവാ ഇവത്തിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള പൈസ എടുക്കാമായിരുന്നല്ലേ. നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത് ശരിയാണോ തെറ്റാണോ? നമുക്ക് ഈ കഥയിലോട്ട് പോകാം. അതിനു മുന്നേ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ്, പേഡ്കോ നാം ദോന്ന്. ഈ മരത്തിന് നമുക്കൊരു പേര് കൊടുക്കാം. എന്താണ് പേര് കൊടുക്കാൻ പറ്റിയത്? ധൻക പേട്, ധനത്തിൻ്റെ മരം. എന്നാൽ നമുക്ക് കഥയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ കഥയുടെ പേരെന്താണ്? അൻമോൾ ഖസാന. അൻമോൾ ഖസാന എന്ന് പറഞ്ഞാൽ എന്താണ്? അമൂല്യമായ നിധി. അപ്പോൾ കഥ കേൾക്കാൻ എല്ലാവരും റെഡിയല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. किसी गांव में विक्रम नामक एक युवक रहता था. एक दिन बैठे बैठे वह सोचने लगा, मैं कैसे ढेर सारा धन कमाऊँ और आराम से रहूँ. उसने इधर उधर जाकर अपने कई मित्रों से जल्दी धन कमाने का उपाय पूछा, लेकिन कोई ठोस उपाय नहीं मिला. किसी गांव में विक्रम नामक एक युवक रहता था. എന്നുവെച്ചാൽ എന്താണ്? കിസി ഏതോ, ഗാവ് മീൻസ് ഗ്രാമം, ഏതോ ഒരു ഗ്രാമത്തിൽ വിക്രം നാമക്, വിക്രം എന്ന് പേരുള്ള, നാമക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേരുള്ള, ഏക് യുവക് ഒരു യുവാവ്, രഹത്താത്ത താമസിച്ചിരുന്നു. ഏക് ദിൻ ബേട്ടെ ബേട്ടെ വഹ് സോച്നെ ലഗ. ഏക് ദിൻ എന്ന് വെച്ചാൽ ഒരു ദിവസം, ബേട്ടെ ബേട്ടെ മീൻസ് എന്താണ്, ഇങ്ങനെ ചുമ്മാ ഇരുന്നപ്പോൾ, വഹ് സോച്നെ ലഗ ആൾ ചിന്തിക്കാൻ തുടങ്ങി. സോച്ന ചിന്തിക്കുക. എന്താണ് വിക്രം ചിന്തിച്ചുകൊണ്ടിരുന്നത്? മേ കേസി ഡേറ്റ് സാരാ ധൻ കമാവോ, ഞാൻ എങ്ങനെ വളരെയധികം പണം സമ്പാദിക്കും. ഡേറ്റ് സാറ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം, കമാവോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്പാദിക്കുക. और आराम से रहो, आराम से रहो എന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് ജീവിക്കുക. उसने इधर उधर जाकर अपने कई मित्रों से जल्दी धन कमाने का उपाय पूछा. उसने इधर उधर जाकर എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അവിടെയും ഇവിടെയും പോയിട്ട്, അപ്നെ കൈ മിത്രോംസെ അവൻ്റെ കുറേ ഫ്രണ്ട്സിനോട്, മിത്രോ മീൻസ് കൂട്ടുകാർ, മിത്രോംസെ ജൽദി ധൻ കമാനേക്ക ഉപായ പൂച്ച, വേഗം പണം സമ്പാദിക്കുന്ന ഉപായം, ഉപായം മീൻസ് ഐഡിയ ചോദിച്ചു. ലേക്കിൻ കോയ് ടോസ് ഉപായ നിഹിമില. ലേക്കിൻ എന്ന് വെച്ചാൽ പക്ഷേ, കോയ് ടോസ് ഉപായ, ടോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോങ് എന്നാണ് അർത്ഥം വരുന്നത്. ഇവിടെ വരുന്നത് ഉചിതമായ ഐഡിയ അവന് കിട്ടിയില്ല. നിഹിമില എന്ന് വെച്ചാൽ കിട്ടിയില്ല. അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ഗ്രാമത്തിൽ വിക്രം എന്ന് പേരുള്ള ഒരു യുവാവ് താമസിച്ചിരുന്നു. അവനൊരു ദിവസം ഇങ്ങനെ ചുമ്മാ ഇരുന്നപ്പം ചിന്തിച്ചു. എന്താണ് ചിന്തിച്ചത്? എങ്ങനെ വളരെയധികം പണം സമ്പാദിക്കാമെന്ന. അവൻ്റെ കുറേ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കിൽ എങ്ങനെ വേഗം പണം ഉണ്ടാക്കാമെന്നുള്ള ഐഡിയാസ് ചോദിച്ചു. പക്ഷേ അവന് നല്ല ഐഡിയാസ് കിട്ടിയില്ല. ഇത്രയും വരെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സെക്കൻഡ് പാരഗ്രാഫിലോട്ട് പോകാം. सुबह का समय था. विक्रम खेतों से होकर जा रहा था. रास्ते में एक किसान से उसने जल्दी धन कमाने का उपाय पूछा. किसान ने विक्रम को बताया, गांव के उस पार एक सज्जन रहते हैं. सुबह का समय था എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ. വിക്രം ഖേത്തോ സെ ഹോക്കർ ജാ രഹാ താ. ഖേത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വയൽ, വയലിലൂടെ പോവുകയായിരുന്നു. രാസ്തേ മേ ഏക് കിസാൻ സെ ഉസ്നെ ജൽദി ധൻ കമാനെ കാ ഉപായ പൂച്ച. രാസ്ത മീൻസ് വഴിയിൽ, വഴിയിൽ വെച്ച്
ഒരു കിസാനോട്, കിസാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷിക്കാരനോട് എന്താണ് ചോദിച്ചത്? ജൽദി ധൻ കമാനെ കാ ഉപായ. कमरे में बैठे थे. उसके द्वार पर पहुंचकर. ഇവിടെ ഉസ്കെ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് വിശ്വനാഥിൻ്റെയാണ്. വിശ്വനാഥിൻ്റെ ദ്വാർ पर पहुंचकर. ദ്വാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാതിൽ. പहुंचना മീൻസ് എത്തുക. അപ്പം വിശ്വനാഥിൻ്റെ വീടിൻ്റെ വാതിൽക്കൽ എത്തിയിട്ട് വിക്രമിനെ ദേഖാ കി ദ്വാർ ഖുലാ ഹുവാ താ. വിക്രം കണ്ടു. എന്താണ് കണ്ടത്? ദ്വാർ വാതിൽ ഖുലാ ഹുവാ തുറന്നു കിടക്കുകയായിരുന്നു. और എന്നിട്ട് വിശ്വനാഥ് കമറേ മേ ബേഠേ തേ. കമറ മീൻസ് റൂം. വിശ്വനാഥ് റൂമിൽ ഇരിക്കുകയായിരുന്നു. വിക്രം ने उन्हें प्रणाम किया और उनके सामने बैठ गया. വിക്രം വിശ്വനാഥിനോട് നമസ്കാരം പറഞ്ഞിട്ട് ആളുടെ ഫ്രണ്ടിൽ ചെന്നങ്ങ് ഇരുന്നു. സാമനെ മീൻസ് ഫ്രണ്ടിൽ, മുമ്പിൽ ഇരുന്നു. ബൈഠന ഇരിക്കുക. ഈ പാരഗ്രാഫിൽ വിക്രം വിശ്വനാഥിൻ്റെ വീട്ടിലെത്തിയേക്കുന്ന ഒരു സീനാണ് കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് എന്താണെന്ന് നമുക്ക് നോക്കാം. जैसे ही विश्वनाथ ने आंखें खोली विक्रम ने अपने मन की बात कही. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിശ്വനാഥ് കണ്ണ് തുറന്നപ്പോൾ തന്നെ ജേസെ ഹി വിശ്വനാഥിനെ ആക്കെ കോലി. ആക്കെ മീൻസ് കണ്ണ്, കോലി മീൻസ് തുറക്കുക. കോലി വിക്രമിനെ അപ്നെ മൻ കി ബാത് കഹി. വിക്രം അവൻ്റെ മനസ്സിലുള്ള കാര്യം പറഞ്ഞു. മൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സ്. വിക്രമിൻ്റെ മനസ്സിലുള്ള കാര്യം എന്തായിരിക്കും വിക്രം പറഞ്ഞത് വിശ്വനാഥിനോട്? നമുക്ക് നോക്കാം. मैं बहुत गरीब हूँ. आप मुझे जल्दी धन कमाने का कोई उपाय बताए. मैं बहुत गरीब हूँ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വളരെ ദരിദ്രനാണ്. ആപ് മുझे ജൽദി ധൻ കമാനെ കാ കോയി ഉപായ ബത്തായേ. താങ്കൾ എനിക്ക് വേഗം പണം സമ്പാദിക്കാനുള്ള എന്തെങ്കിലും ഒരു ഉപായം, മാർഗം പറഞ്ഞു തരൂ. അപ്പോൾ വിശ്വനാഥ് എന്താണ് വിക്രമിനോട് പറഞ്ഞത്? തും वसंत नगर जाओ. वह एक आदमी 20,000 रुपयों में मनुष्य की आंखें खरीदता है. तुम अपनी आंखें बेच दो. विक्रम को आश्चर्य हुआ. തും വസന്ത് നഗർ ജാവോ എന്ന് വെച്ചാൽ എന്താണ്? നീ വസന്ത് നഗറിലോട്ട് പോകൂ. വസന്ത് നഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. വഹാം ഏക് ആദ്മി 20,000 रुपयों में मनुष्य की आंखें खरीदता है എന്ന് വെച്ചാൽ എന്താണ്? അവിടെ ഏക് ആദ്മി ഒരു ആള് 20,000 रुपयों में 20,000 രൂപയ്ക്ക് മനുഷ്യക്ക് ആങ്കേ ഖരീദത്താ ഹെ. മനുഷ്യൻ്റെ
ആങ്കെ മീൻസ് കണ്ണുകൾ, ഖരീദ്ന വാങ്ങുന്നുണ്ട്. വിശ്വനാഥ് വിക്രമിനോട് പറയുകയാണ്, തും അപ്നി ആങ്കെ ബേച്ച് ദോ, നീ നിന്റെ കണ്ണുകൾ അങ്ങ് വിറ്റേക്ക്. അപ്പോൾ എന്താ സംഭവിച്ചേ? വിക്രം കോ ആശ്ചര്യ ഹുവ, വിക്രം അത്ഭുതപ്പെട്ടു പോയി. ആശ്ചര്യ ഹുവ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ഭുതപ്പെടുക. വിക്രം വിശ്വനാഥിനോട് ചോദിക്കുക, അപ്നി ആങ്കെ ബേച്ച് ദോ, ഞാൻ എൻ്റെ കണ്ണുകൾ വിൽക്കാനോ? ഫിർ മേ ദേഖൂങ്ക കേസേ, ഞാൻ എങ്ങനെ പിന്നെ കാണുന്നത്? ദേഖ്ന, കാണുക. ഇതൊക്കെ നമ്മുടെ വിശ്വനാഥ് വിക്രമിന് വേഗം പണം ഉണ്ടാക്കാനുള്ള ഐഡിയാസ് പറഞ്ഞു കൊടുക്കുന്നതാണ്. അടുത്ത ഐഡിയ എന്താ നോക്കാം. വിശ്വനാഥിൻ്റെ അടുത്ത ഐഡിയ എന്താ നോക്കാം. ठीक है मीन्स എന്നാൽ ശരി. तो 15,000 में अपने दोनों पैर बेच दो. ठीक है എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാൽ ശരി. तो 15,000 में अपने दोनों पैर बेच दो. 15,000 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 15,000 രൂപ, 15,000 rupees. അപ്പം 15,000 രൂപയ്ക്ക് നിൻ്റെ ദോനോ പേര, 2 കാലുകളും അങ്ങ് ബേച്ച് ദോ, വിറ്റേര്. അപ്പം വിക്രം പറയുക, ക്യാ പേർ ബേച്ച് ദോ തോ ചലൂങ്ക കേസേ, കാല് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ പിന്നെ നടക്കുന്നത്? വിക്രം ഹൈറാൻ ഹുവ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്രം ആശ്ചര്യപ്പെട്ടു. അപ്പം വിക്രം അതും പറ്റില്ല എന്ന് പറഞ്ഞപ്പം അടുത്ത ഐഡിയ കൊടുത്തേക്കാണേ. എന്താണ് അടുത്ത ഐഡിയ? तो 25,000 में अपने दोनों हाथ बेच दो. 25,000 എന്ന് വെച്ച് കഴിഞ്ഞാൽ 25,000, 25,000 രൂപയ്ക്ക് നിൻ്റെ 2 കൈകളും, ഹാത്ത് മീൻസ് കൈകൾ വിറ്റേര്, ബേച്ച് ദോ മീൻസ് വിറ്റേക്ക്. വിശ്വനാഥിൻ്റെ ഈ ഐഡിയ കേട്ടപ്പം വിക്രം ചോദിക്കുക, അപ്നെ ഹാത്തോം കെ ബിനാ മേ കാം കേസേ കറൂ എന്ന് വെച്ചാൽ എന്താണ്? എനിക്ക് കൈകളില്ലാതെ ഞാൻ എങ്ങനെ എൻ്റെ ജോലികൾ ചെയ്യുന്നത്? ഇത്രയും ഐഡിയ കൊടുത്തിട്ടും നമ്മുടെ വിക്രം സാറ്റിസ്ഫൈഡ് ആയില്ല. അപ്പം വിശ്വനാഥ് എന്താണ് പറയുന്നത്? തോ തും അപ്ന പൂരാ ശരീർ ഹി ബേച്ച് ദോ, എന്നാൽ നീ നിൻ്റെ മൊത്തം ശരീരം അങ്ങ് വിറ്റേര്. എത്ര രൂപ കിട്ടും? തുമേ 1,00,000 റുപ്യ മിലേക, നിനക്ക് 1,00,000 രൂപ കിട്ടും. അപ്പോൾ നമ്മുടെ വിശ്വനാഥ് വിക്രമിന് 4 ഐഡിയാസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം വിക്രം ഇനി എന്താ ലാസ്റ്റ് ഐഡിയക്ക് പറഞ്ഞെന്ന് നോക്കാം. विश्वनाथ की बातें सुनकर विक्रम ने क्रोध और दुख के साथ कहा, नहीं 1 करोड़ रुपया मिलने पर भी मैं ऐसा नहीं करूँगा. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? വിശ്വനാഥ് കി ബാത്തേ സുൻകർ, വിശ്വനാഥിൻ്റെ വർത്താനം കേട്ടിട്ട് വിക്രമിനെ ക്രോധ് ഔർ ദുഃഖ് കെ സാത്ത് കഹ, വിക്രമിന് ദേഷ്യം, ക്രോധ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേഷ്യവും വിഷമം, ദുഃഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷമത്തോടും കൂടി പറഞ്ഞു. എന്താണ് വിക്രം പറഞ്ഞത്? നെഹി, ഒരിക്കലും ഇല്ല. 1 കരോഡ് റുപ്യ മിൽനെ പർ, 1 കോടി രൂപ കിട്ടുമെന്ന് പറഞ്ഞാൽ പോലും മേ ഏസാ നെഹി കറുക, ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യത്തില്ല എന്ന്. അപ്പം നമ്മുടെ കഥ ഇവിടെ തീരാൻ പോവാണ്. എന്താന്ന് നോക്കാം, നമ്മുടെ ക്ലൈമാക്സ് എന്താന്ന് നോക്കാം. വിശ്വനാഥ് എന്താണ് പറയുന്നത്? വിശ്വനാഥിനെ മുസ്കുറാക്കർ സമച്ചായ, വിശ്വനാഥിനെ മുസ്കുറാക്കർ സമച്ചായ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? വിശ്വനാഥ് ചിരിച്ചുകൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കി. എന്താണ്? അരേ ഭായ്, അരേ സഹോദരാ, अपने शरीर को इतना मूल्यवान समझते तो तुम गरीब कैसे हो? നീ നിൻ്റെ ശരീരത്തിന് ഇത്ര മൂല്യം കൊടുക്കുന്നുണ്ടെങ്കിൽ നീ എങ്ങനെയാണ് ഒരു ദരിദ്രനാവുന്നത്? എന്നിട്ട് വിശ്വനാഥ് എന്താണ് പറയുന്നത്? ജാओ മീൻസ് പോകൂ, തുമാരാ ശരീർ ഹി ഏക് അൻമോൾ ഖസാന ഹേ, നിൻ്റെ ശരീരം തന്നെയാണ് ഒരു അമൂല്യ നിധി. ഇസ്കാ ഉപയോഗ് കറോ, ഇതിനെ ഉപയോഗിക്കൂ, നീ പോയി പണിയെടുത്ത് ജീവിക്കൂ. എന്നാൽ നിനക്ക് നല്ല ആരോഗ്യമുള്ളൊരു ശരീരം കിട്ടിയിട്ടുണ്ട്, നീ ഇതുകൊണ്ട് നീ പണിയെടുത്ത് ജീവിക്കൂ, പണിയെടുത്ത് പൈസ ഉണ്ടാക്കൂ. വിക്രം കി ആക്കേ ഖുൽ ഗയി, വിക്രമിൻ്റെ കണ്ണ് തുറപ്പിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്രമിൻ്റെ തെറ്റുകളെല്ലാം മനസ്സിലായി. ഈ പാഠത്തിൽ നമുക്ക് എന്താണ് മനസ്സിലായി? ഈ പാഠത്തിൽ അധ്വാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് ഈ പാഠം സൂചിപ്പിക്കുന്നത്. അപ്പം പാഠത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കണ്ടൊരു മരമാണ്. എന്താണ്? പണം കായ്ക്കുന്ന മരം. അപ്പം ഇതിൻ്റെ ചുറ്റും ഇരിക്കുന്ന ആൾക്കാരെ കണ്ടോ? അവരെന്തുവാ ഓരോ കൊട്ടയും സഞ്ചിയും ഒക്കെ ആയിട്ട് വന്ന് പണം മരത്തിൽ നിന്നും പറിച്ചെടുക്കുകയാണ്. ഇവരൊക്കെ എങ്ങനെയുള്ളവരാണ്? അധ്വാനിക്കാതെ പണമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരെ ഉദ്ദേശിച്ചാണ്. അപ്പം ഇങ്ങനൊരു മരം ഉണ്ടോ?
ഇല്ലല്ലോ. പണം കായ്ക്കുന്ന മരം എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പം നമുക്ക് കിട്ടിയേക്കുന്ന നമ്മുടെ ശരീരം തന്നെയാണ് നല്ലൊരു നിധി. അത് ഉപയോഗിച്ച് നമ്മൾ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുക, അധ്വാനിച്ച് പൈസ നേടുക എന്നാണ് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറും ബാക്കിയുള്ളതെല്ലാം അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക.